നമ്മുടെ പോസ്റ്ററിൽ കുറേ അവാർഡ്സിൻ്റെ ഇതുണ്ടല്ലോ, അത് കാണുമ്പോഴേ പറയുന്നത് അത് അവാർഡ് കൂടെ സ്ലോ ആയിരിക്കും. പക്ഷെ നല്ല സിനിമയാണെന്നുണ്ട് അത് അത്രത്തോളം ഉൾക്കൊള്ളുന്നില്ല. ഗ്രാൻഡ് ആയിട്ടുള്ള ഒരു അഡ്വർടൈസ്മെൻ്റ് ഒക്കെ വരണം, പ്രൊമോഷനൊക്കെ വന്നു കഴിഞ്ഞാൽ സിനിമ ബ്ലാസ്റ്റ് ചെയ്യും. ആദ്യത്തെ ദിവസം ചെല്ലുമ്പോൾ ഷംല ഹംസയും കുമാർ സുനിലുമാണ് ഇവർ മുന്നേ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളാണ്. ഞാൻ പറഞ്ഞു ഞാൻ ഇല്ല. നമ്മൾ മെൻ്റലി ഭയങ്കര ബറീസാവും. ഏറ്റവും വലിയ പ്രശ്നം സാമ്പത്തിക. നാടകം ചെയ്യും വേണം, ആ സെറ്റിലുള്ള ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള വാസിൽ അറിഞ്ഞിട്ടേ വാങ്ങിക്കാൻ പറ്റുള്ളൂ. ചെറിയ ചെറിയ കാര്യങ്ങൾ നമുക്കറിയാം. അപ്പോൾ ഫാത്തിമാനെ എങ്ങനെയെങ്കിലും ഇങ്ങോട്ട് പൊക്കിക്കൊണ്ടിരണല്ലോ. അപ്പം അങ്ങനെ നല്ലൊരു ഫ്രണ്ടായിട്ട് 5ാം ക്ലാസ് പഠിക്കുമ്പോഴേ എനിക്ക് അഭിനയിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഞാൻ ഒരു കൂട്ടലൊന്നുമില്ല. ഒരുപാട് നാടകങ്ങളും സിനിമകളൊക്കെ കളിച്ചിട്ടുണ്ടെങ്കിലും ചെയ്ത സിനിമയും ചെയ്ത നാടകങ്ങളും നല്ലതാകുന്ന സമയത്ത് അത് ജനങ്ങളിലേക്ക് എത്തുക എന്നുള്ളതാണ്. ഏതെങ്കിലും സിനിമയിൽ എൻ്റെ ഒരു ഹിറ്റ് സോങ് വേണം എന്നൊക്കെ ആഗ്രഹിച്ചിട്ടുള്ള ഒരാളാണ്. പറയാണ്ട് പിന്നെ നാളങ്ങ് നീങ്ങിക്കഴിഞ്ഞ നമ്മളാരാണ്, ഇതെന്താണ്? ഫാസിൽ മുഹമ്മദ് സംവിധാനം ചെയ്ത ഫെമിനിച്ചി ഫാത്തിമ എന്ന സിനിമ ഇപ്പോൾ തിയേറ്ററുകളിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഞാനിന്ന് പടം കണ്ടു. വളരെ മനോഹരമായിട്ട് കേരളത്തിലെ ഏത് വീടുകളിലും അല്ലെങ്കിൽ കുട്ടികളുള്ള വീടുകളിൽ സ്വാഭാവികമായി സംഭവിക്കാവുന്ന ഒരു ചെറിയൊരു ഇൻസിഡൻറ്റിനെ എടുത്ത് വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് പൊന്നാനിയുടെ ലാൻഡ്സ്കേപ്പിൽ അവിടുത്തെ കമ്മ്യൂണിറ്റി, അവിടുത്തെ കൾച്ചർ, അവിടുത്തെ ബിലീഫ് സിസ്റ്റം, അവിടുത്തെ പൊളിറ്റിക്സ്, അതുപോലെ തന്നെ 2 ജെൻഡറുകൾ ഒരു വീടിനുള്ളിൽ താമസിക്കുമ്പോൾ എങ്ങനെയാണ് പാട്രിയാക്കി അതിനകത്ത് വളരെ മനോഹരമായിട്ട് നമ്മളുടെ ഇൻവിസിബിൾ കെയർ ബേർഡൻ തൊട്ട് എങ്ങനെ ജെൻഡർ റോൾസുകൾ വളരെ കൃത്യമായി വിഭജിച്ച് വെച്ചിട്ടുള്ള ഒരു സ്പേസിൽ ഫാത്തിമ എന്ന് പറയുന്ന ക്യാരക്ടറും അതുപോലെ തന്നെ ഫാത്തിമയുടെ ഭർത്താവും തമ്മിലുള്ള ഇക്വേഷൻ ഇവോൾവ് ചെയ്യുന്നു എന്നുള്ള വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പടം. ഈ പടത്തിൻ്റെ ഏറ്റവും മനോഹരമായ ഒരു ആസ്പെക്റ്റ് എനിക്ക് തോന്നിയത്, ഇതിനകത്ത് ഒരു ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ ഇല്ല. ഇതിനകത്ത് ഒരു സൈഡിലേക്ക് മാറ്റി നിർത്തപ്പെട്ട ആണുങ്ങളില്ല, മറ്റൊരു സൈഡിൽ ഉദ്ധരിക്കപ്പെട്ട സ്ത്രീകളില്ല. പകരം ഇതിനകത്തുള്ളത് മനുഷ്യരാണ്. മനുഷ്യരിൽ എങ്ങനെയാണ് കാലഘട്ടങ്ങളുടെ ട്രാൻസ്ഫോർമേഷൻ മനോഹരമായി വരുന്നു എന്നുള്ളതാണ്. 27 വയസ്സുകാരനായ ഫാസിൽ മുഹമ്മദ് ഈ സിനിമ സംവിധാനം ചെയ്യുമ്പോൾ വളരെ ചെറിയ ബഡ്ജറ്റിൽ ഇങ്ങനെ ഒരു പടം എടുത്ത് നമ്മളുടെ മുന്നിലേക്ക് വയ്ക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാനുണ്ട്. ഈ പടത്തിന് ആളുകളില്ല എന്നുള്ളത് ഡയറക്ടറിൻ്റെ ഒരു വലിയ വിഷമമായിട്ട് അദ്ദേഹം കുറച്ചു നേരം മുന്നേ അദ്ദേഹം നമ്മളിവിടെ ഇൻ്റർവ്യൂവിന് വരാനിരുന്നതായിരുന്നു. പക്ഷേ ഞാൻ സംസാരിച്ചിട്ട് എന്താ കാര്യം, ആളുകൾ തിയേറ്ററിൽ ഞാൻ സംസാരിച്ചുകൊണ്ട് കയറില്ലല്ലോ എന്നാണ് അദ്ദേഹം എന്നോട് ചോദിച്ചത്. ഇതൊരു വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് ഒരു യങ് ഫിലിം മേക്കറിൻ്റെ പടമാണ്. ഈ പടത്തിന് വളരെ കൃത്യമായിട്ട് മലയാള സിനിമയ്ക്ക് ഒരു മാർക്ക് തരാൻ കഴിഞ്ഞ കുറച്ച് കാലഘട്ടത്തിൽ ഇന്ത്യയിൽ ഇറങ്ങിയ സിനിമകളിലെ ബെസ്റ്റിൻ്റെ കൂടെ വെക്കാൻ പറ്റുന്ന ഒരു സിനിമയാണ് ഫെമിനിച്ചി ഫാത്തിമ. 2024 IFFKയിൽ ബെസ്റ്റ് മലയാളം സിനിമയുടെ നെറ്റ്പാക്ക് അവാർഡ് നേടിയ ഫെമിനിച്ചി ഫാത്തിമയുടെ ടൈറ്റിലർ റോള് ചെയ്തിട്ടുള്ള ഷംല ഹംസയും ഫാത്തിമയുടെ ഭർത്താവായി അഭിനയിച്ച കുമാർ സുനിലും അതുപോലെ തന്നെ കൂട്ടുകാരി, വളരെ സപ്പോർട്ടീവായിട്ടുള്ള കൂട്ടുകാരിയായി അഭിനയിച്ച വിജി വിശ്വനാഥുമാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. നമുക്കിന്ന് അവരോട് ഫെമിനിച്ചി ഫാത്തിമയുടെ വിശേഷങ്ങൾ ചോദിച്ചറിയാം. ഞാൻ ഇന്ന് പടം കണ്ടു. നേരത്തെ പറഞ്ഞ പോലെ വളരെ മനോഹരമായിരിക്കണം. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി ഈ പടം കണ്ടപ്പം. ബേസിക്കലി ബിക്കോസ് കുറേ കാലമായിട്ട് നമ്മളിങ്ങനെ ഈ ജെൻഡർ സെൻസിറ്റിവിറ്റീനെ പറ്റിയിട്ടും സെൻസിബിലിറ്റീനെ പറ്റിയിട്ടും ഒക്കെ സംസാരിക്കും. പക്ഷേ അവിടെ നമ്മളപ്പോൾ ഒരു സൈഡിൽ നമ്മളിങ്ങനെ രണ്ട് നെഗറ്റീവ് പോസിറ്റീവ് പോലെ മാറ്റി നിർത്തിയിട്ട് നിങ്ങൾ നന്നാവില്ല, ആണുങ്ങൾ നന്നാവില്ല എന്ന് പറയുന്ന ഒരു സൈഡും, ഇപ്പുറത്ത് ഞാൻ എൻ്റെ ഐ ആം ഗെറ്റിംഗ് എംപവേർഡ് എന്ന് പറയുന്ന ഒരു രീതിയിലേക്കൊക്കെയാണ് നമ്മളെപ്പോഴും സിനിമകൾ കാണുന്നത്. പക്ഷേ ഇവിടെ നിങ്ങളെ മറ്റേ സ്വിച്ച് ഓണാക്കുന്ന ആ ഒരു മൊമെൻറ്റ്, ആ ഒരു സമയം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് പ്യുവർ ഡെഡിക്കേഷൻ ടു നമ്മുടെ സമൂഹത്തിലെ പുരുഷന്മാരോട്. ബിക്കോസ് ജെൻഡറിൽ എപ്പോഴും ആണുങ്ങൾ കൾപ്രിറ്റല്ല എന്ന് ഞാൻ പറയാറുണ്ട്. കാരണം ഇത് നമ്മുടെ പാട്രിയാക്കിയാണ് ഇതിനകത്ത് ശരിക്കും ഇതൊരു സിസ്റ്റം ഉണ്ടാക്കി വെച്ചതിലുള്ള പ്രശ്നങ്ങളാണ് എന്നുള്ളത്. അപ്പോൾ താങ്ക് യു ഫോർ ഡൂയിങ് സച്ച് എ വണ്ടർഫുൾ ഫിലിം ആൻഡ് വെൽക്കം ടു മലബാർ ജേണൽ. നിങ്ങളുടെ കൂടെ ഞങ്ങൾക്ക് ഇരിക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. അപ്പോൾ നമുക്ക് സുനിൽജിന്ന് തുടങ്ങാം. സുനിൽജി, ഹൗ വാസ് ദിസ് എക്സ്പീരിയൻസ് ഈ ഒരു പടം ചെയ്തതിൽ ആസ് എൻ ആക്ടർ, ആസ് എ മെയിൽ ആക്ടർ? എന്ത് ട്രാൻസിഷനാണ് നിങ്ങൾക്ക് വന്നത്?
ഈ ഒരു പടം ചെയ്തപ്പോൾ? സിനിമ ഷൂട്ട് ഇറങ്ങുന്ന സമയത്ത് അങ്ങനെ പ്രത്യേകിച്ച് എക്സ്പീരിയൻസ് ഒന്നുമില്ല. സിനിമ ചെയ്ത് റിലീസായി കഴിഞ്ഞതിന് ശേഷമാണ് ഇതൊക്കെ ഭയങ്കര എക്സ്പീരിയൻസ് ആയിട്ട് ഫീൽ ചെയ്തത്. അന്ന് ഓരോ ദിവസവും നമുക്ക് വളരെ കംഫർട്ടായിട്ട് പോകുന്നൊരു ലൊക്കേഷനായിരുന്നു. ഡയറക്ടറായാലും കൂടുതൽ കോവർക്ക് എല്ലാവരും നമ്മളോട് ഭയങ്കര പെട്ടെന്ന് തന്നെ ഒരു എന്താ പറയുക, ഒരു സാധാരണ എത്രയും കാലമൊക്കെ പോകുന്ന സമയത്ത് ആർട്ടിസ്റ്റുകളൊക്കെ ഒന്ന് മാറി നിൽക്കും, സംസാരിക്കാനൊക്കെ ലേശം. ഇത് അങ്ങനെയല്ലായിരുന്നു, ഒരു വീട്ടിൽ തന്നെ ആയിരുന്നു ഷൂട്ട്. എല്ലാ റൂമുകളും ഞങ്ങൾക്ക് വളരെ പരിചിതമാണ്. ആ വീട്ടുകാരൊന്നും അവിടേക്ക് വരുന്നില്ല മീൻസ് അവിടെ തന്നെ ഉണ്ട്. അവിടെ തന്നെ ഭക്ഷണം കഴിക്കുന്നു, റെസ്റ്റ് എടുക്കുന്നൊക്കെ അവിടെ തന്നെ. പരിസരവാസികളൊക്കെ നമ്മളോട് ഭയങ്കര കോപ്പറേറ്റ് ചെയ്യുന്നു. അപ്പം തന്നെ നമുക്ക് അവിടുത്തെ ക്യാരക്ടർ ആകാൻ പറ്റില്ല, നമ്മളവിടുത്തെ ആ വീട്ടിലത്തെ ഉസ്താദാണ്. അങ്ങനെ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു അത്. കുമാർജി ഈ ക്യാരക്ടർ ചെയ്ത് തുടങ്ങിയപ്പം ആദ്യത്തെ ഒരു വളരെ എന്താ പറയാ, നമ്മൾ എപ്പോഴും എല്ലാ വീടുകളിലും കാണുന്ന അച്ഛന്മാരെ പോലെ ചെരുപ്പെടുക്കാനും ടൂത്ത് പേസ്റ്റ് എടുക്കാനും മറ്റേ ഫാൻ ഓണാക്കാൻ വരെ വിളിച്ചു വരുന്ന ആള് അവസാനം അങ്ങേർക്ക് വരുന്ന ഒരു ഇവല്യൂഷൻ ഉണ്ട്, ഒരു ട്രാൻസിഷൻ. അങ്ങേര് നീ ഫെമിനിറ്റി ആണോ എന്ന് ചോദിച്ചിട്ട് പിറ്റേന്ന് ബെഡ് കയറി വരുന്ന സമയത്ത് ഇങ്ങനെ വളരെ ഒന്നും സൈലന്റ് ആയിട്ട് ഓക്കെ ഐ ആം ഗിവിങ് ദം ദ സ്പേസ് എന്നുള്ള രീതിയിൽ നിൽക്കുന്നത്. അപ്പൊ ഈ ഒരു ക്യാരക്ടർ ചെയ്യുന്ന സമയത്ത് ആസ് എ മാൻ എങ്ങനെയാ, എന്തെങ്കിലും മാറ്റം വന്നോ? ആർ യു ലൈക്ക് ദിസ് നേരത്തെ തന്നെ? അല്ല, എനിക്ക് ഇങ്ങനത്തെ ചില സ്വഭാവങ്ങൾ ഉണ്ടായിരുന്നു. ഇവരെന്നെ ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. നമുക്ക് ഓർമ്മ ഉണ്ടോന്നറിയില്ല. നമ്മളൊന്നിച്ച് ഡൈനിൻ്റെ ഉള്ളിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ പാത്രം എടുക്കാറില്ലേ, അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? എൻ്റെ പാത്രം ഞാൻ എടുക്കും, ഞാൻ കൊണ്ടുപോയിട്ടാണ് കഴുകി അധികം വെക്കുക. അപ്പോൾ അവരെല്ലാവരും കൂടെ അവിടുത്തെ ഉമ്മ ഉണ്ട്, നമുക്ക് ഭയങ്കര സ്നേഹോടെ ഒന്നും എടുക്കരുതെന്നൊക്കെ പറയും. അത് ഞാൻ എവിടെ പോയാലും ചെയ്യുന്നൊരു സംഭവമാണ്. എൻ്റെ വീട്ടിൽ വന്നാൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഞാനും എൻ്റെ മക്കളും അങ്ങനെ തന്നെയാണ് ചെയ്യുക. ഇതൊക്കെ തിയേറ്ററിൻ്റെ ഒരു അച്ചടക്കമാണ്. നാടകത്തിൻ്റെ ക്യാമ്പിൽ തന്നെ 10-15 ദിവസം ഞങ്ങൾക്ക് നാടകത്തിൻ്റെ ക്യാമ്പ് ഉണ്ടായിരിക്കും. ആ ക്യാമ്പിൽ എല്ലാവരും ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും ഒരുപോലെ തന്നെ ആയിരിക്കും. അഭിനയം തുടങ്ങിക്കഴിഞ്ഞാൽ മെൻ്റലി ഫിസിക്കലി ഇവരൊക്കെ ഒരേ മനസ്സും ഒരേ ശരീരം അങ്ങനെ ഉണ്ടാവുമല്ലോ. എന്നാലേ ഈ നാടകത്തിൽ ഒരു കൊടുക്കൽ വാങ്ങലുകളൊക്കെ നടക്കാൻ പറ്റുള്ളൂ, കെമിസ്ട്രി വർക്കൗട്ട് ആവുള്ളൂ. നാടകം തന്നെ കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും ഒരു കെമിസ്ട്രി വർക്കൗട്ട് ആയിട്ടുണ്ടെന്ന് നടന്മാർ തമ്മിൽ. അപ്പോൾ അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ തിയേറ്ററിൽ നമുക്ക് പഠിക്കേണ്ട, വെറും അഭിനയം മാത്രമല്ല പഠിക്കുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് നാടകക്കാർ അങ്ങനെ ഭയങ്കര വ്യത്യസ്തമായിട്ടായിരിക്കും ഒക്കെ എല്ലാ കാര്യങ്ങളും ചെയ്യുക. എല്ലാവരും അങ്ങനെ ആയിക്കൊള്ളുന്നില്ല. അപ്പോൾ അതൊക്കെ ഞങ്ങൾക്ക് ഈ തിയേറ്ററിൽ സിനിമയിൽ വരുമ്പോഴും ഈ ക്യാരക്ടർ ചെയ്യുന്ന സമയത്തും നമ്മളെ ഉള്ളിലൊക്കെ ഈ അറിയാതെയോ എന്നാൽ പോലും ചില കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ വിളിച്ചിട്ടുണ്ടായിരിക്കും, സ്വന്തം ഭാര്യ നമ്മൾ വിളിച്ചിട്ടുണ്ടായിരിക്കും. അത് എങ്ങനെ വന്നാലും ഏത് പുരുഷനായാലും എല്ലാവർക്കും ഈ സാധനം എങ്ങനെ പോയാലും എത്ര ചെയ്താലും ഉണ്ടാവും എന്നാക്കി തോന്നുന്നത്. ശരിയാണ്. പക്ഷെ പടത്തിൽ ഇനി നിങ്ങൾ എന്തായാലും ഒന്ന് ആലോചിക്കുമല്ലോ അല്ലേ? പിന്നെ ഇനിയിപ്പോ അങ്ങനെ എന്തായാലും ആലോചിക്കുന്നത് ചെയ്യാം. നമ്മൾ ചോദിക്കും. മാറ്റം കുമാർജിയെ ഒരുപാട് ചിന്തിപ്പിച്ചിട്ടുണ്ട്. ഉണ്ട്. പക്ഷെ വീട്ടുകാരില്ലെങ്കിൽ ചോദിക്കല്ലോ ഇനിയിപ്പോ സിനിമയിൽ ഇത് ചെയ്യായിരുന്നു. ഓക്കെ. അപ്പൊ ഫെമിനിറ്റി ഫാത്തിമ ജോയിക്ക് അന്ന് 6 മാസമായിരുന്നു തോന്നുന്നു അല്ലേ ഈ ഫെമിനിറ്റി ഫാത്തിമ ക്യാരക്ടർ ചെയ്യുന്ന സമയത്ത്? ഹൗ വാസ് ഇറ്റ്? യു ആർ ലൈക്ക് ഒരു ന്യൂ ബോൺ ബേബിയുടെ അമ്മ, അതിൻ്റെ ഒപ്പം തന്നെ യു ആർ ഡൂയിങ് എ ക്യാരക്ടർ, 3 കുട്ടികളുള്ള ഒരു അമ്മയായിട്ട് അഭിനയിക്കുന്നു. അതുമാത്രമല്ല ഒരു ഇൻറ്റൻസ് ക്യാരക്ടറും കൂടിയായിരുന്നു. എങ്ങനെയായിരുന്നു ആ ബെഡൊക്കെ എടുത്ത് പൊക്കി അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സ് തന്നെ കുറേ ഷോട്ടുകൾ ഉണ്ടായിരുന്നിരിക്കുമല്ലോ? നല്ല സ്ട്രെസ്ഫുള്ളായിരുന്നു. പക്ഷെ എനിക്ക് ഈ ഒരു ക്യാരക്ടർ ഉപേക്ഷിക്കാനേ തോന്നിയില്ല. എനിക്ക് ഉറപ്പായിരുന്നു ഇങ്ങനെ ഒരു ചാൻസ് എനിക്ക് വരില്ല, അതുപോലെ ഇത്രയും നല്ലൊരു റോള് കിട്ടില്ല, അത് കളഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം ഇങ്ങനെ ഇൻ്റർവ്യൂലൊന്നും വന്നിരിക്കില്ലല്ലോ. പക്ഷെ ഞാനത് ഒരു സെൽഫ് മോട്ടിവേഷൻ എന്ന് പറയില്ലേ, നമുക്കെപ്പോഴും നമ്മൾ തന്നെ കൂട്ട്, അങ്ങനെ ഒരു മോട്ടിവേഷൻ്റെ പുറത്ത് വന്നതാണ്. എൻ്റെ മോളും ഞാനും എൻ്റെ ഉമ്മയുണ്ടായിരുന്നു കൂടെ അവളെ നോക്കാൻ. അപ്പോൾ അതുകൊണ്ടൊരു സമാധാനം ഉണ്ടായിരുന്നു. പിന്നെ നല്ല സെറ്റായിരുന്നു. ലൈക്ക് എനിക്ക് ഒരു റൂം മോൾക്കും ഫീഡ് ചെയ്യണമെങ്കിൽ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എന്തെങ്കിലും മോൾ കരഞ്ഞാൽ തിരിച്ചു വരുമ്പോൾ അവർ വേറെ ഷോട്ട് എടുക്കും. അങ്ങനെ ഭയങ്കര കംഫർട്ടബിൾ ആക്കിയിട്ടുള്ളൊരു സെറ്റായിരുന്നു. അപ്പോൾ ആസ് എ മദർ അതിൻ്റെ ഒരു പ്രഷർ ഉണ്ടായിരുന്നു. പിന്നെ ചോദിച്ച പോലെ 3 കുട്ടികളുടെ അമ്മ ആണ്. അപ്പോൾ ഫിസിക്കൽ അപ്പിയറൻസ് എന്ന് പറഞ്ഞാൽ നല്ല തടി ഉണ്ടായിരുന്നു. മോള് ജനിച്ചിട്ട് 6 മാസമായപ്പോഴേക്കും അത്യാവശ്യം നല്ല തടി ഉണ്ടായിരുന്നു. പിന്നെ ബെഡൊക്കെ പൊക്കേണ്ട ഒരു ഇതുള്ളതുകൊണ്ട് ചെയ്തു. ബാക്ക് പെയിനും എല്ലാം അങ്ങോട്ട് സഹിച്ചു ഈ റോളിന് വേണ്ടിയിട്ട്. ശരിക്കും ബാക്ക് പെയിൻ ഉണ്ടായിരുന്നു സിനിമ? ഉണ്ടായിരുന്നു, നന്നായിട്ടുണ്ടായിരുന്നു. അപ്പൊ ഷംലയ്ക്ക് ഈ ഒരു ക്യാരക്ടർ ചെയ്യുന്നതിന് മുന്നേ ഉള്ള ഷംനയും ഈ ഒരു ക്യാരക്ടർ ചെയ്തതിന് ശേഷമുള്ള ഷംനയും ഇപ്പോഴും നമ്മൾ കലാകാരന്മാരിൽ ഒരുപാട് മാറ്റം ഉണ്ടാക്കുമെന്ന് പറയാറുണ്ടല്ലോ. അപ്പൊ അങ്ങനെ ഒരു വ്യത്യാസം തോന്നിയിരുന്നോ?
വ്യത്യാസം ഉണ്ടാവും. കാരണം നമ്മൾ അമ്മമാരോട് പെരുമാറുക എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം ടേക്കിംഗ് ഫോർ ഗ്രാൻഡഡ് ആണ്. ഇതിലെ ഹസ്ബൻഡ് ചെയ്യുന്നതാണ് നമ്മൾ അമ്മമാരോട് സംസാരിക്കുന്നത്. അതൊന്നും എടുത്തു തരുമോ എന്നൊക്കെ ചോദിക്കാറില്ലേ. അപ്പം ക്യാരക്ടറിന്റെ സിമിലാരിറ്റി അല്ലേ ചോദിച്ചത്? അതെ, ക്യാരക്ടർ കൊണ്ട് ഉള്ളിൽ നമുക്ക് എന്താ ട്രാൻസിഷൻ വന്നത്? അങ്ങനെയൊന്നും ഇനി അങ്ങനെ ചെറിയ കാര്യങ്ങൾ പോലും വേറെ ഒരാളെ ബുദ്ധിമുട്ടിക്കരുത്. ശരിക്കും അതിലേറ്റവും സന്തോഷം തോന്നിയ ഒരു മൊമെന്റ് മറ്റേ കറി നന്നായി ഉണ്ടായിരുന്നു ഉമ്മ എന്ന് പറയുമ്പോ ഫാത്തിമ അവിടെ ചാരി നിന്നിട്ട് ഫാത്തിമയ്ക്ക് വരുന്ന ഒരു സന്തോഷം ഒരു മൊമെന്റ് ഉണ്ട്. ആ മൊമെന്റ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. അതിന്റെ അടുത്ത് ഒരുപാട് പേര് പറഞ്ഞു. ബിക്കോസ് അത് ശരിക്കും ഒരു ഗൂസ് ബംസ് തന്നു. മോൾ അങ്ങനെ പറയുമ്പോൾ അമ്മയ്ക്ക് കിട്ടുന്ന ഒരു അംഗീകാരം എന്ന് പറയുന്നത്, പൊതുവെ നമ്മളെപ്പോഴും കറി കൊള്ളില്ല, ഉപ്പില്ല, അങ്ങനത്തെ കാര്യങ്ങളാണല്ലോ കൂടുതൽ സംസാരിക്കുക. അപ്പൊ അതൊക്കെ വളരെ നന്നായിട്ടുണ്ടായിരുന്നു. താങ്ക് യു. അതുപോലെ വിജി വിശ്വനാഥനോട് ഒരു രസകരമായ ഒരു അയൽക്കാരി അല്ലേ. ഉസ്താദ് ഈ സൈഡിൽ നിന്നിട്ട് പലതും പറയും, പക്ഷെ ഉസ്താദിനെ വിട്ടുകൊടുക്കൂല. ഉസ്താദ് പറയുന്ന സാധനങ്ങള് ഉസ്താദിന് വലിയ കുഴപ്പം തോന്നൂലെങ്കിലും എനിക്ക് എന്റെ ഇഷ്ടമുള്ള കാര്യങ്ങളെ ചെയ്യുള്ളൂ എന്ന് പറയും. അതുപോലെ തന്നെ ഈ വിമൻഹുഡിന്റെ ഒരു ബ്യൂട്ടി, രണ്ട് പേരുടെ സിസ്റ്റർഹുഡ് നമ്മൾ പറയും, രണ്ട് സ്ത്രീകളുടെ സൗഹൃദത്തിനെ വളരെ നന്നായിട്ട് ഇതിനകത്ത് എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സൂറാത്ത എങ്ങനെ ഫാത്തിമയെ ഹെൽപ്പ് ചെയ്യുന്നു, എങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നു, നിങ്ങൾ ഒരുമിച്ച് എങ്ങനെ ഒരു ബോണ്ട് ഉണ്ടാകുന്നു, എങ്ങനെ ആ ഒരു ബെഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പല സമയത്തും നമുക്ക് തോന്നും ഈ സൂറാത്തക്ക് വേറെ ഒരു പണിയില്ലേ, സൂറാത്ത് ഇങ്ങനെ നീ അവിടുന്ന് ബെഡ് എടുത്തോണ്ടിരുന്നു, ഇവിടുന്ന് ബെഡ് എടുത്തോണ്ടിരുന്നു, അങ്ങനെ ഫാത്തിമയെ ഇങ്ങനെ ഇത്രയും സപ്പോർട്ട് ചെയ്തിട്ട് തൊട്ട് മുന്നിൽ ഒരാൾ നിൽക്കാന്ന് പറയുന്നത്. അതുപോലെ തന്നെ മകളെ ആണെങ്കിലും നിങ്ങളെ മോൾ ആരെ കൂടിയാ പോയെന്ന് ചോദിക്കുമ്പോ ഓള് പോയി അതങ്ങ് എത്തിക്കോളും എന്ന് പറയുന്ന ആ ഒരു വളരെ ഈസി ഗോ പേഴ്സൺ. സോ ക്യാരക്ടറിനെ പറ്റി പറയൂ, അതുപോലെ തന്നെ സിനിമയെ പറ്റിയും. ക്യാരക്ടറിനെ പറ്റി പറയൂ എന്ന് പറഞ്ഞാലേ, ഞാൻ എൻ്റെ ആദ്യത്തെ സിനിമയാണ്. ഓക്കെ. അപ്പോൾ നമ്മുടെ ഡയറക്ടറിൻ്റെ ഫാസിലിൻ്റെ ഒരു ട്യൂഷൻ വീടുണ്ട്, വെബ് സീരീസ്. അപ്പോൾ അതിൽ മോനുണ്ട്. അപ്പോൾ അവൻ്റെ കൂടെ ലൊക്കേഷനിൽ വന്നിട്ടാണ് ഞാൻ ഫാസിലിലേക്ക് കൂടുതൽ അടുപ്പം. അപ്പോൾ അവൻ അതിൽ ചെറിയൊരു റോള് തന്നിട്ടാണ്, അങ്ങനെ കണ്ടിട്ടാണ്, ആ ഒരു വിശ്വാസത്തിലായിരിക്കും എന്നെ ഇതിലേക്ക് വിളിച്ചത്. അപ്പോൾ ആദ്യം പേടിയുണ്ടായിരുന്നു സിനിമയെന്നൊക്കെ പറഞ്ഞപ്പോൾ. പക്ഷേ നമ്മൾ ആദ്യത്തെ ദിവസം ചെല്ലുമ്പോൾ ഷംല ഹംസയും കുമാർ സുനിലുമാണ്. ഇവർ മുന്നേ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളാണ്. ഞാൻ പറഞ്ഞു ഞാൻ പറ്റില്ല. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു അതൊന്നും കുഴപ്പമില്ല, നീ ചെയ്തോ. അപ്പോൾ എനിക്ക് പേടിച്ചിട്ടാണ് ഫസ്റ്റ് ദിവസം ഞാൻ പോയത്. ഇവരെ കണ്ടപ്പോഴും ചെയ്യുമ്പോഴൊക്കെ ഞാൻ പേടിച്ചു. ഷംലയാണെങ്കിലും കുമാർജി ആണെങ്കിലും ഭയങ്കര ഈസി ആയിട്ട് ഒറ്റ ടേക്കിലൊക്കെയാണ് ഓരോ സീനുകൾ ചെയ്യുന്നത്. ഹസ്ബൻഡ് 2 പിള്ളേര്. ഹസ്ബൻഡ് സിംഗറാണ്. മോൻ +2 കഴിഞ്ഞു, രണ്ടാമത്തെ ആൾ 9ലാണ്. അപ്പോൾ അവരുടെ നല്ല സപ്പോർട്ടുണ്ട്. പിന്നെ ഇവിടെ വന്ന് ജസ്റ്റ് ഒന്ന് സംസാരിച്ചപ്പോൾ തന്നെ ഞങ്ങൾ ഭയങ്കര കമ്പനിയായി. ഭയങ്കര കമ്പനിയായി. പക്ഷെ അപ്പോൾ തന്നെ നമുക്ക് ഓരോ സീന് ചെയ്യാനൊക്കെ ഭയങ്കര ഈസി ആയിരുന്നു. പിന്നെ ഫാസിൽ ഈ പറഞ്ഞ പോലെ ഞങ്ങൾക്ക് നല്ലൊരു ഫ്രീഡം തന്നു. എനിക്ക് പിള്ളേരുണ്ട്, ഷംലയും ചെറിയ കുട്ടിയാണ്. അപ്പോൾ ഞങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ളൊരു ഫ്രീഡം തന്നിട്ടായിരുന്നു ലൊക്കേഷനിൽ. പിന്നെ സൂറാത്ത എന്ന് പറഞ്ഞാൽ സൂറാത്താൻ്റെ ഭർത്താവ് ഗൾഫിലാണെന്നാണ് ഇതിൽ. അപ്പോൾ കുറച്ചൊരു പോസിറ്റീവായിട്ടുള്ളൊരു ഫാമിലിയാണ്. സൂറാത്തയ്ക്ക് പണി എന്താണെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ജോലി അങ്ങനൊന്നുമില്ല അല്ലേ, വീട്ടിലെന്തെങ്കിലുമൊക്കെ പലഹാരം ഉണ്ടാക്കി കൊടുക്കുക, അങ്ങനത്തെ ഒരു സംഭവമൊക്കെ ഉണ്ട്. സൂറാത്ത ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആണ്. അതെ, ഒരുവിധം. മോളും ഭർത്താവും പൈസ ഉണ്ടാക്കുന്നുണ്ടെങ്കിലും അവരൊക്കെ വരുമാനം ഉണ്ടെങ്കിലും സൂറാത്തയുടേതായ ഒരു വരുമാനം ഉണ്ട്. ആ ഒരു ചിന്ത ഫാത്തിമയ്ക്ക് കൊടുക്കുന്നതും സൂറാത്തയും. അതെ. അപ്പൊ നമ്മുടെ നേരിട്ട വീടാണ്. അപ്പൊ അവിടെ നടക്കുന്നത് ഓരോ ചെറിയ ചെറിയ കാര്യങ്ങൾ നമുക്കറിയാം. അപ്പോൾ ഫാത്തിമാനെ എങ്ങനെയെങ്കിലും ഇങ്ങോട്ട് പൊക്കിക്കൊണ്ടിരണല്ലോ. അപ്പം അങ്ങനെ നല്ലൊരു ഫ്രണ്ടായിട്ട് സന്തോഷമാണ്. 3 പേരോടും കൂടിയിട്ട് ചോദിക്കണത്, ആർക്ക് വേണമെങ്കിലും ഉത്തരം പറയാം. നമ്മൾ ശരിക്കും ഈ ഒരു പടത്തിൻ്റെ, ഞാനിന്ന് തിയേറ്ററിൽ പോയപ്പോഴാണെങ്കിലും പടത്തിൻ്റെ ബ്യൂട്ടി ജനങ്ങളിലേക്ക് അത്രയ്ക്ക് അങ്ങോട്ട് എത്തിയോ, അല്ലെങ്കിൽ തിയേറ്ററിലേക്ക് ആളുകൾ വരണതിന് ഒരു ഇത്തിരി ബുദ്ധിമുട്ടുള്ളതായിട്ട് തോന്നി. ഞാൻ ഡയറക്ടറിൻ്റെ അടുത്ത് സംസാരിച്ചപ്പോഴും ഡയറക്ടർ സെയിം കാര്യമാണ് പറഞ്ഞത്. ഞാൻ കഴിഞ്ഞ കുറച്ച് കാലത്തിൽ കണ്ടതിലൊരു വളരെ ഗംഭീരമായിട്ടുള്ള ഒരു പടമാണ്. വലിയ കോടികൾ മുടക്കാതെ ലക്ഷങ്ങളുടെ ഉള്ളിൽ ഒതുങ്ങിയ ഒരു മനോഹരമായ പടം. അവാർഡ്സും റെക്കഗ്നിഷൻസും കിട്ടി എന്ന് പറയുമ്പോഴും ആളുകൾ ഇത് കാണുക എന്ന് പറയുന്നതായിരിക്കുമല്ലോ എപ്പോഴും ഒരു മേക്കർക്കും ആഗ്രഹം. മേക്കർ വിഷമിച്ച് വന്നില്ല. അപ്പോൾ ആക്ടേഴ്സിന് എന്താ പറയാനുള്ളത്? ചെറുപ്പത്തിലൊക്കെ ഇങ്ങനെ കേൾക്കാറുണ്ട്, ലൈക്ക് ഒരു സിനിമയാകുമ്പം TV-യിൽ, ഞാൻ തിയേറ്ററിൽ അധികം പോയിട്ടില്ല ചെറുപ്പത്തിൽ. അപ്പം TV-യിൽ വരുമ്പോൾ അത് അവാർഡ് പടം, സ്ലോ ആണ് ആ സിനിമ, അത് കാണണ്ട, വേറെ ഏതെങ്കിലും പടം നോക്ക്,
കുറച്ച് ഫാസ്റ്റായിട്ടുള്ള. അപ്പോൾ എനിക്ക് തോന്നുന്നത് എല്ലാവരും ഇങ്ങനെ ഒരു കമൻറ്റാണ് പറയുന്നത്, നമ്മുടെ പോസ്റ്ററിൽ കുറേ അവാർഡ്സിൻ്റെ ഇതുണ്ടല്ലോ, അപ്പം അത് കാണുമ്പോഴേ പറയുന്നത് അത് അവാർഡ് പോടാ, സ്ലോ ആയിരിക്കും, അത് കണ്ടാൽ നമുക്ക് വെറുതെ എന്തിനാ പോണേ, സ്ലോ ആയിരിക്കും എന്നുള്ളൊരു സ്ലോ, ലാഗ്, ഈ പറയുന്ന ഒരു വേർഡ്സും നമുക്ക് ഇതിനോട് യോജിപ്പിക്കാൻ പറ്റില്ല. ആ ഒരു വേർഡ് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ എല്ലാ തിയേറ്ററുകളിലും പോകുന്നുണ്ട്, റെസ്പോൺസ് അറിയാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മൾ എല്ലാവരെയും അറിയിക്കുന്നുണ്ട്, ഇതൊരിക്കലും ഒരു സ്ലോ പടമല്ല, നിങ്ങൾക്ക് ചിരിച്ച് ആസ്വദിച്ച് വരാൻ പറ്റുന്ന ഒരു സിനിമയാണ്. അതുകൊണ്ട് നിങ്ങൾ ഞങ്ങൾക്ക് അവാർഡ് കിട്ടി, ബിക്കോസ് നല്ല സിനിമയായതുകൊണ്ട്, അംഗീകരിച്ചത് കൊണ്ട് നമുക്ക് അവാർഡ് കിട്ടി. അത് ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമാണ്. അതൊരിക്കലും ഞങ്ങൾക്കൊരു ഭാരമല്ല. പക്ഷേ ഇതൊരു ഫാസ്റ്റ്, ഫൺ, അങ്ങനത്തെ ഒരു സിനിമയാണ്, മുഷിപ്പിക്കാത്തൊരു സിനിമയാണ്. ലളിതവും സുന്ദരവുമായ ഒരു പടമാണ്. കുമാർജി ഓഡിയൻസ് റെസ്പോൺസും തിയേറ്റർ റെസ്പോൺസും ഒക്കെ കണ്ടല്ലോ. നമ്മളിപ്പോ ഇതേ സമയത്ത് വേറെ പല പടങ്ങളും റിലീസ് ആവുന്നുണ്ട്, ഒക്കെ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഒക്കെ ആസ് എ ലീഡ് ആക്ടർ ഇൻ ദിസ് സിനിമ എന്താ പറയാനുള്ളത്, എന്തുകൊണ്ട് എന്നുള്ളൊരു നമ്മളെന്താ മറ്റുള്ള സിനിമയും നമ്മളെ സിനിമയായിട്ട് കമ്പയർ ചെയ്യുന്നില്ല ഇപ്പോൾ. അതായത് ഓഡിയൻസ് പല രീതിയിലാണ്. ചിലർക്ക് മാസ്സായിരിക്കണം, ചിലർക്ക് ഭയങ്കര ഫീൽ ഗുഡ് ഫിലിം ആയിരിക്കണം, അല്ലെങ്കിൽ എന്താ പറയുക എൻ്റർടൈൻമെൻ്റ് ആയിരിക്കണം. ഇപ്പോൾ സത്യനന്തിക്കാട് സാറിൻ്റെ സത്യനന്തിക്കാട് എന്നൊരു പേര് കണ്ടാൽ തന്നെ നമ്മളെ ഉള്ളിൽ ഏകദേശം ആ സിനിമേൻ്റെ ഒരു കുടുംബചിത്രം എന്നുള്ള ഉണ്ടായിരിക്കും. ഷാജി കൈലാസ് സാറിൻ്റെ ഒരു പേര് കണ്ടാൽ അറിയാം, ഒരു മാസമായിരിക്കും. അങ്ങനെ ഓരോ സിനിമേൻ്റെ റൈറ്ററും ഡയറക്ടറും പേര് കാണുമ്പോൾ തന്നെ ഓഡിയൻസ് തിയേറ്ററിലായിരിക്കുമ്പോൾ അവർ തന്നെ ഒരു പ്രജുഡിസ്റ്റുകൾ, മുൻവിധികൾ ഉണ്ടായിരിക്കും. പക്ഷെ നമ്മുടെ സിനിമയ്ക്ക് അങ്ങനത്തെ ഒരു മുൻവിധി എടുക്കാൻ പറ്റിയിട്ടില്ല. ആകെ കിട്ടിയത് പിന്നെ ഇൻ്റർനാഷണൽ ലെവലിലുള്ള അവാർഡുകൾ ധാരാളം അവാർഡുകൾ മാത്രമല്ല. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഷംല പറഞ്ഞ പോലെ തന്നെ അവാർഡുകൾ കിട്ടിയൊരു പടമല്ല. അപ്പൊ അത് അതിന് വേണ്ടിയിട്ട് പേരൊരു പ്രശ്നമാണെന്ന്, പേരാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ഭയങ്കര ചർച്ച ചെയ്യപ്പെട്ടത്. അങ്ങനെയല്ല, സാധാരണ ജനങ്ങളിലേക്ക് നമ്മൾ ഈ ഫെമിനിസം, ഫെമിനിസ്റ്റിൽ നിന്നാണല്ലോ ഈ ഫെമിനാസിയും ഫെമിനിറ്റിയും ഒക്കെ വന്നത്. അപ്പൊ അങ്ങനെ ഒരു പേര് വന്നത് കൊണ്ട് ഞാൻ ആരുടെ സംസാരിച്ചപ്പം എൻ്റെ ഒരു സുഹൃത്ത് പറയുന്നുണ്ടായിരുന്നു, ഇനിയിപ്പോ പേരാണോ ഇതിന്റെ ഒരു പ്രോബ്ലം എന്നുള്ള പോലെ. പേര് ഒരിക്കലും പ്രോബ്ലം അല്ല. ഇതെന്ന് പറഞ്ഞിരിക്കുകയാണ് വെച്ചാൽ ഈ സിനിമ എന്ന് പറഞ്ഞിരിക്കുകയാണ് വെച്ചാൽ സ്ലോലി ഒരു ഉമിക്ക് തീ പിടിച്ചാൽ പോലെ സ്ലോലിയാണ് ഇത്, ഗ്രാജുവലിയാണ് ഇത് വളർന്നുകൊണ്ടിരിക്കുന്നത്, ഇതിൻ്റെ പബ്ലിസിറ്റി. നേരെ മറിച്ചിട്ട് ഇപ്പോൾ ഒരാൾ സിനിമ കണ്ടതിന് ശേഷം 30 ആൾ കണ്ടോ 20 ആൾ കണ്ടാലും ഒരാളോട് പറയുന്നത് എടാ നല്ല സിനിമയാട്ടോ, ഇതിൽ നിൽക്കുന്നു പോവുകയാണ്. പക്ഷെ നല്ല സിനിമയാണെന്നുണ്ട് അത് അത്രത്തോളം ഉൾക്കൊള്ളുന്നില്ല. ചിലർ നിർബന്ധിച്ച് പറഞ്ഞത് അങ്ങോട്ട് മാത്രം, അല്ലാണ്ട് ഒരു ടി വിയിലോ അല്ലെങ്കിൽ നമ്മൾ കാണുന്ന ടൗണിലോ പോസ്റ്ററുകളിലോ ഒന്നും ഒരു ബ്ലാസ്റ്റ് ആയിട്ടുള്ളൊരു പരസ്യം അങ്ങനെയൊന്നുമില്ല. ആളുകളുടെ അടുത്തേക്ക് പെട്ടെന്ന് ഇന്ന് പരസ്യമാണ് കൂടുതൽ ജനങ്ങളിലേക്ക് പെട്ടെന്ന് ഉള്ളിലേക്ക് സിനിമയെക്കാളും പ്രൊമോഷനാണ്. ഈ പ്രൊമോഷൻ എന്ന് പറഞ്ഞ സാധനം ഞങ്ങൾ രണ്ടാളും ഞങ്ങൾ 4 ആളൊക്കെ പോയിട്ട് തിയേറ്ററിൽ സിനിമ വിട്ടാൽ കുറച്ച് ആളുകളെ കാണുന്നു, അവരോടുള്ള ഒരു ചെറിയ ഷെയറിങ് മാത്രമേ നടക്കുന്നുള്ളൂ. ഇതിൻ്റെ അപ്പുറത്തേക്ക് ഒരു ഗ്രാൻഡ് ആയിട്ടുള്ള ഒരു അഡ്വർടൈസ്മെൻ്റ് ഒക്കെ വരണം, പ്രൊമോഷനൊക്കെ വന്നു കഴിഞ്ഞാൽ സിനിമ ബ്ലാസ്റ്റ് ചെയ്യും. ഇത് നമ്മൾ വളരെ കാര്യമായിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഈ സിനിമ ആളുകൾ കാണേണ്ട സിനിമയാണ്. പക്ഷെ ഈ വേർഡ് ഓഫ് മൗത്തിന്റെ അപ്പുറത്തേക്ക് സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ആയാൽ മാത്രം അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു സ്പേസിൽ നമ്മൾ ഇരിക്കുന്ന സമയത്ത് ഇതുപോലെയുള്ള പടങ്ങൾ മലയാള സിനിമയ്ക്ക് എന്നല്ല ഇന്ത്യൻ സിനിമയ്ക്ക് ആവശ്യമാണ്. അപ്പോൾ ശരിക്കും നമ്മളിത് തിയേറ്ററിൽ പോയി കാണുക എന്നുള്ളത്, അത് ഞാൻ പറയുന്ന സമയത്ത് എനിക്ക് അടുത്ത നിങ്ങളുടെ ഡയറക്ടറെ പറ്റി പറയാൻ നോക്കുമ്പോൾ 27 വയസ്സിൽ സ്ക്രിപ്റ്റ്, എഡിറ്റിംഗ്, ഡിറക്ഷൻ, ഈ പടത്തിന്റെ ഓൾ ഇൻ ഓൾ ആണ്. നമ്മുടെ ഒരു പഴയ ബാലേന്ദ്ര മേനോനെ പോലെ എല്ലാം എഡിറ്റും അഭിനയിച്ചു, അളിയനായിട്ട് അഭിനയിച്ചു. അപ്പൊ ഇത്രയും മൾട്ടിപ്പിൾ റോൾസും ചെയ്ത് അത്രയും പാഷനേറ്റ് ആയിട്ട് ഈ പടം എടുത്ത ഡയറക്ടർ വന്നില്ല, പക്ഷെ ഡയറക്ടറെ പറ്റി നമുക്കൊന്ന് പറഞ്ഞാലോ. വാട്ട് ഈസ് നമ്മൾ കാണുന്നവർക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ടാവില്ല, ആരാ ഇതിന്റെ പിന്നിൽ എന്നുള്ളത്. ഡയറക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാസിലിനെ കുറിച്ചിട്ട് നമുക്ക് പറയാൻ വാക്കുകളില്ല അല്ലേ. ഷംല ഇതിന് മുന്നേ ചെയ്ത 1001 നുണകളിലെ സ്പോട്ട് എഡിറ്റർ ആയിരുന്നു. അതിന്റെ ഡയറക്ടേഴ്സ് ആണ് ഇതിന്റെ പ്രൊഡ്യൂസേഴ്സ്. താമർക്കയും സുധീഷ് കറിയ, ഇവര് 3 പേരും കൂടിയാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. സോ ഡയറക്ടറിന്റെ ഈ മൾട്ടി വെർസിറ്റൈൽ ഡയറക്ടറിനെ പറ്റിയിട്ട് എന്താ പറയാനുള്ളത്? തൊട്ടതെല്ലാം പൊന്നാക്കാന്ന് പറയില്ലേ, ഫാസില് കുറേ വർക്കൊന്നും ചെയ്തിട്ടില്ല അല്ലേ. ഒരു ആൽബം, പിന്നെ ഒരു ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട്, പിന്നെ ഒരു ഖബർ എന്ന് പറഞ്ഞ ഷോർട്ട് ഫിലിം, അതിനൊരുപാട് അവാർഡുകളൊക്കെ കിട്ടി. പിന്നെ അതുപോലെ യൂട്യൂബിലൊരു വെബ് സീരീസ് ട്യൂഷൻ വീട്, അതൊക്കെ എന്താ പറയുക
ഭയങ്കര ഹിറ്റാണ്. അപ്പോൾ ആ ഒരു വിശ്വാസം നമുക്കുണ്ട്. ക്രാഫ്റ്റ് അതെ 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 അതെ. ഒരുപാട് അവൻ്റെ മനസ്സിൽ ഒരുപാട് പിന്നെ എന്തൊക്കെയോ ഉണ്ട് ചെയ്യാൻ. അത് സിനിമയിൽ വളരെ വിസിബിൾ ആണ്. അതിന്റെ ഷോർട്ട് ഡിവിഷൻസിലാണെങ്കിലും അതേപോലെ ആക്ടിവിറ്റീസ് തന്നിരിക്കുന്നതാണെങ്കിലും ഇപ്പൊ അംഗൻവാടിയിൽ കൊണ്ടാക്കാൻ പോകുന്ന സമയത്ത് ഫാത്തിമയും മോനും കൂടി നടന്നു പോകുമ്പോഴുള്ള മോന്റെ ആക്ടിവിറ്റീസ് മുതൽ അങ്ങോട്ട് എല്ലാത്തിലും വളരെ വളരെ ഓൾ ദ മൈക്രോ ആസ്പെക്ട്സ് ഈ സിനിമയിൽ കൃത്യമായിട്ട് തിങ്കിങ്, ആ തോട്ട് പ്രോസസ് വളരെ ഒബ്വിയസ് ആയിട്ട് അവിടെ ഉണ്ട്. സോ ഹീസ് എ വെരി പ്രോമിസിങ് ഫിൽം മേക്കർ. പിന്നെ ഷൂട്ട് നടക്കുന്ന സമയത്തും ഓരോരോ സീന് പറയുമ്പോൾ അപ്പോൾ ഞാൻ വിചാരിക്കും ഇപ്പോൾ ആ ഒരു സീനില്ലേ പോകുമ്പോൾ ആരാണ്ട് അത് കുഴപ്പമില്ല. അപ്പോൾ അത് പറയുമ്പോൾ ഞാൻ വിചാരിച്ചത് എന്തിനിപ്പോൾ ഇങ്ങനെയൊക്കെ പറയിപ്പിക്കുന്നു. പക്ഷെ നമ്മൾ സിനിമ കണ്ടപ്പോഴാണ് അതിൻ്റെ ഒരു വാല്യൂ. അങ്ങനെ ഓരോ സംഭവങ്ങളും ഫാസിൽ മുൻകൂട്ടി കണ്ട് അല്ലേ, ഞങ്ങൾ ഭയങ്കരമായിട്ട് അതിശയിച്ചിട്ടുണ്ട്. ഷംലയ്ക്ക് എന്താ പറയാനുള്ളത്? ഫാസിൽ നല്ല സപ്പോർട്ടീവായിട്ടുള്ളൊരു ഡയറക്ടറാണ്. നമുക്ക് സെറ്റിൽ വർക്ക് ചെയ്യുമ്പം ഒരു സാധാരണ സ്ട്രിക്റ്റ് സ്കെഡ്യൂൾസ് വെച്ചിട്ട് വർക്ക് ചെയ്യുന്നവരുണ്ട്. ആ സ്ട്രിക്റ്റ് ആയിട്ടുള്ള സ്കെഡ്യൂളിലും നമ്മളെ കൂടുതൽ എൻഗേജിങ് ആക്കിയിട്ട് ഒരു ഇപ്പം എന്താ പറയുക, ഭയങ്കര ഫ്രീ ആയിട്ട് നമ്മൾക്കൊരു സീന് ഡിസ്കസ് ചെയ്യാൻ പറ്റും ഓപ്പണായിട്ട്. ഈ സീനിൽ ഇങ്ങനെ ചെയ്താൽ അത് ഓക്കെ ആവൂലേ, പിന്നെ നമ്മളുടെ ഇൻപുട്ട് എടുക്കും. അതൊക്കെ ഫാസിൽ ഭയങ്കര അടിപൊളിയാണ്. പിന്നെ നമ്മളോട് ചോദിക്കും, ഇത് ഇങ്ങനെ ചെയ്താൽ ഇത് ഓക്കെ ആവുമോ കുമാർജി, അങ്ങനെ ചെയ്യണോ അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യണോ, നമ്മളോടും അഭിപ്രായങ്ങൾ ചോദിക്കും. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ നമുക്ക് ഭയങ്കര ഹാപ്പി ആയിട്ട് വർക്ക് ചെയ്യാം. പിന്നെ എനിക്ക് മോളെ കൊണ്ട് ആ സമയത്ത് ഞാൻ പറഞ്ഞില്ല, എൻ്റെ ഏറ്റവും വലിയ സ്ട്രെസ് എൻ്റെ മോള് ചെറിയ കുട്ടിയല്ലേ, അത് സ്ട്രെസ്ഡ് ആവുമോന്നൊക്കെ ആയിരുന്നു. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. എനിക്ക് ഭയങ്കര കംഫർട്ടബിളായിരുന്നു അത് ആ സെറ്റിൽ വർക്ക് ചെയ്യാൻ. അതെല്ലാം ഒരു ഡയറക്ടറിൻ്റെ ഹെൽപ്പ് ഉള്ളതുകൊണ്ടാണ്. കൃത്യമായിട്ട് ആക്ടേഴ്സിന് സ്പേസ് തരാറുണ്ട്. അതെ അതെ അതെ, കൃത്യമായിട്ട് സ്പേസ്. കുമാർജി ഒരുപാട് പേരുടെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. കുമാർജി കുളൂർ മാഷിന്റെ കൂടെ ഒരുപാട് കാലം വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ഒരു ബാക്ക്ഡ്രോപ്പിൽ നിന്നുകൊണ്ട് തന്നെ നമ്മുടെ ഫാസിലിന്റെ കൂടെ വർക്ക് ചെയ്തപ്പോൾ എങ്ങനെയായിരുന്നു? യു ആൻഡ് ഷംല ഡിഡ് ദ ലീഡ് റോൾ അല്ലേ? അപ്പൊ അതിനകത്ത് ഈ ഒരു സ്റ്റാർ കാസ്റ്റ് ഇതിനൊക്കെ അപ്പുറത്തേക്ക് നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങളുടെ പെർഫോമൻസിന് ഷോക്കേസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഫാസില് എങ്ങനെയാണ് ഫാസിലിന്റെ ഇമ്പാക്ട് ഇനിയോ? ഫാസിൽ ശരിക്കും പറഞ്ഞാല് ഇപ്പൊ അവര് പറഞ്ഞതിന്റെ അപ്പുറത്തേക്ക് പറയുകയാണെന്ന് വെച്ചാല് ആ സെറ്റിലുള്ള ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള ഫാസിൽ അറിഞ്ഞിട്ടേ വാങ്ങിക്കാൻ പറ്റുള്ളൂ. കാരണം ആകെ രണ്ടാള് അസിസ്റ്റന്റ് ഡയറക്ടർമാരുള്ള, അസോസിയേറ്റ് ഒരാളുണ്ടായിട്ടുണ്ടായിരുന്നു, പ്രശോഭ്, അബി, ആഗ്നേയ. ക്യാമറ പ്രിൻസ് അസിസ്റ്റ് ചെയ്യാനും ക്യാമറ അസിസ്റ്റ് ചെയ്യാനും പ്രശോഭ് അസോസിയേറ്റ് ഡയറക്ടർ തന്നെ അധികം ഉണ്ട്. പിന്നെ എല്ലാം ഒരാളെ പോയി നിർത്തണം വെച്ചാൽ തന്നെ ഫാസിൽ വന്നിട്ട് അവിടെ നിർത്തുക, പറഞ്ഞതേ കാര്യങ്ങളൊക്കെ എല്ലാവരും ഉണ്ടെങ്കിൽ പോലും ആ വീട്ടിലായിരുന്നു സംഭവം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെ ഭക്ഷണം ഉണ്ടാക്കണം, ചെന്ന് എന്താ ഭക്ഷണം ഉണ്ടാക്കേണ്ടത് ഫാസിലിനോടേക്ക് ഫാസിലെന്താ മീനെ മൂപ്പരാണ് തീർക്കുക. ഉച്ചയ്ക്ക് രാത്രി ആയാലും എല്ലാത്തിലും ഒരാളെ കൊണ്ടാക്കണം വെച്ചാൽ കൂട്ടിക്കൊണ്ടെന്ന് വെച്ചാൽ സെറ്റിലേക്ക് എന്തെങ്കിലും ആവശ്യമുണ്ട്, ചില പ്രോപ്പർട്ടീസ് ഏറ്റവും സെഡ് എന്താവശ്യം അത് ഫാസിൽ അറിഞ്ഞിട്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഫാസിൽ അറിഞ്ഞാൽ ഫാസിനോട് പറഞ്ഞാലേ അത് നടക്കുള്ളൂ. അപ്പം എന്നിട്ട് ഫാസിൽ ഓരോരുത്തരോട് പറയണം. അതുപോലെ തന്നെ ഞങ്ങൾ ഷൂട്ടിങ്ങിൻ്റെ കാര്യത്തിലേക്ക് കിടക്കുകയാണെങ്കിൽ രാത്രി മൂപ്പര് ഷൂട്ട് കഴിഞ്ഞ ശേഷം ഞാൻ ഫാസിലിൻ്റെ വീട്ടിലാണ് കിടന്നത്. ഫാസിൽ ഏകദേശം ഒരു 12 മണി വരെ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം രാവിലെ നമ്മൾ സെറ്റിൽ വന്നതിന് ശേഷം കാണിച്ചു തരും, ഇതാണ് ഇന്നലെ ചെയ്തത്, അങ്ങനെ ഉണ്ട്, അതൊക്കെ ചെയ്യും. ഒരു നന്നായിട്ടുണ്ട്. എത്ര ദിവസം ഉണ്ടായിരുന്നു നിങ്ങളുടെ ഷൂട്ട്? ഒരു 30 ദിവസത്തിന് താഴെ. ശരിക്കും പറഞ്ഞാൽ 20-ൻ്റെയും 25 ഉണ്ടാവുള്ളൂ. ഫാസിലിന്റെ വീടിന്റെ ഏരിയയിലാണോ ഇത് ഷൂട്ട് ചെയ്തിരിക്കുന്നത്? അപ്പൊ ഞാൻ ഫാസിലിന്റെ മുന്നത്തെ ഒരു ഇന്റർവ്യൂല് വായിച്ചു, ഒരുപാട് ഫാത്തിമമാര് കണ്ടുകൊണ്ട് നിൽക്കുമ്പോഴാണ് നമ്മൾ ഈ പടം എടുത്തത്. അപ്പൊ ആ പടം ഷൂട്ട് ചെയ്യുമ്പോ തന്നെ പല ഫാത്തിമമാരും വീടുകളിലുണ്ടായിരുന്ന ഫാത്തിമമാരും ഇത് കണ്ടുകൊണ്ട് ചിരിക്കണമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഹി ന്യൂ ദാറ്റ് ഇത് റിലേറ്റ് ചെയ്യാൻ വളരെ ഈസി ആയിരിക്കും എന്നൊക്കെ ഫാസില് മറ്റേ IFFK സമയത്ത് കൊടുത്തൊരു ഇന്റർവ്യൂല് വായിച്ചു. അപ്പോൾ നിങ്ങൾക്ക് ഈ പടം പുറത്തിറങ്ങുന്നതിന് മുന്നേ ഉള്ള നിങ്ങളും പിന്നെയുള്ള നിങ്ങളെന്ന് പറയുന്നത് ആക്ടേഴ്സ് എന്ന നിലയിലും ഹ്യൂമൻ ബീയിങ്സ് എന്ന നിലയിലും ഒരുപാട് ചേഞ്ചസ് ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. അപ്പോൾ മുന്നോട്ടിനി എങ്ങനെയാണ്, എന്താ ചിന്തിക്കുന്നത്? ഈ പടം നമ്മൾ ഫെമിനിച്ചി ഫാത്തിമ ഒരുപാട് പേര് ഇനിയും കാണണം. ഇനിയിപ്പം എത്ര ഷോസുകൾ കുറവാകും, പിന്നെ പുതിയ പടങ്ങൾ വരും. അപ്പോഴത്തേക്കും പടം ഇങ്ങനെ
എത്ര പേര് കണ്ടു എന്നൊക്കെ ഉള്ളതൊരു ചോദ്യമാണല്ലോ. അപ്പോൾ എന്താ നിങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങളുടെ പ്രേക്ഷകരോട്? എല്ലാവരും കയറി കാണാത്തതിലുള്ളൊരു ബുദ്ധിമുട്ട് എല്ലാവർക്കും ഉണ്ട്, ഒരു വിഷമമുണ്ട്. ഈ പറഞ്ഞ പോലെ അവാർഡ് പടം എന്നുള്ളത് മാറ്റി നിർത്തിയിട്ട് ഇത് അവാർഡുകൾ കിട്ടിയ പടമാണ്. അപ്പോൾ എന്തുകൊണ്ട് കിട്ടിയെന്നൊന്ന് അറിയാൻ വേണ്ടിയിട്ടെങ്കിലും തിയേറ്ററിൽ പോയി കാണണം, പോയി കണ്ടാലല്ലേ അറിയുള്ളൂ. പിന്നെ ഇനിയുള്ള ഞങ്ങൾ ഇതിൽ മുന്നത്തെ ഞങ്ങളെന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് വലിയൊരു ഭാഗ്യമാണ്. അപ്പോൾ ഒരു സിനിമാ നടി, വലിയ സിനിമാ നടിയൊക്കെ ആയില്ലേ എന്ന് പറയുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. നമ്മൾ സ്വപ്നം കാണാൻ പറ്റാത്തൊരു മേഖലയിലേക്കാണ് കയറി വന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ചെറിയ ചെറിയ മാറ്റങ്ങൾ നമുക്കുണ്ട്. ഷംലയ്ക്ക് കോൾസ് ഒക്കെ വരുന്നുണ്ടോ? പുതിയ പ്രൊജക്ട്സ് ഒക്കെ വരുന്നുണ്ടോ? കണ്ടിട്ട് ആരെങ്കിലും അപ്രിസിയേഷൻ പറഞ്ഞോ? നമുക്ക് എല്ലാവർക്കും അപ്രിസിയേഷൻ IFFK ഫസ്റ്റ് ഷോ കഴിഞ്ഞപ്പോൾ തന്നെ കോൾസും എല്ലാം വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ പുതിയ പ്രൊജക്റ്റ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് നോക്കാം. പിന്നെ മുന്നത്തെ ഞാൻ എന്ന് പറഞ്ഞാൽ എനിക്ക് മീഡിയ ഫീൽഡിൽ എങ്ങനെയെങ്കിലും സസ്റ്റെയിൻ ചെയ്യണം എന്നുള്ള ആഗ്രഹമുള്ള ഒരാളാണ് ഞാൻ. അപ്പം ഞാൻ അതിന് സ്വന്തമായിട്ട് പാട്ടൊക്കെ എഴുതി പ്രൊഡ്യൂസ് ചെയ്തിട്ട് ഇങ്ങനെ ഏതെങ്കിലും സിനിമയിൽ എൻ്റെ ഒരു ഹിറ്റ് സോങ് വേണം എന്നൊക്കെ ആഗ്രഹിച്ചിട്ടുള്ള ഒരാളാണ്. പക്ഷെ അതൊന്നും നടന്നില്ല. അങ്ങനെ 1001 നുണകളിലേക്ക് വരുന്നത് ആ ഒരു സ്വപ്നത്തിലാണ്. പക്ഷെ എനിക്ക് ഓഡിഷനിൽ എന്നെ സെലക്ട് ചെയ്തു അവർ അഭിനയിക്കാൻ വേണ്ടിയിട്ട്. അഭിനയത്തിന് ശേഷം ആ സിനിമയ്ക്ക് ശേഷം എനിക്ക് അഭിനയം ഒരുപാട് ഇഷ്ടമാണ് ഇപ്പം. അപ്പം ഈ ഒരു ഇതെല്ലാം ഞാൻ ഭയങ്കരമായിട്ട് ആസ്വദിക്കുന്നുണ്ട്. ഷംല നമുക്ക് വേണ്ടിയിട്ട് ഒരു പാട്ട് പാടോ? ഫെമിനിറ്റി ഫാത്തിമ എങ്ങനെയാ പാട്ട് പാടിയാലും ഞങ്ങൾക്കൊന്ന് അറിയണ്ടേ. പാടുപെടും. നിങ്ങൾ രണ്ടുപേരും കൂടി പാടുന്നല്ലേ പറഞ്ഞേ? ഞാൻ എൻ്റെ ഒരു ഇതിൽ എഴുതിയൊരു സോങ്ങാണ്. കലയ്ക്ക് ഭാഷയും ജാതിയും മതമൊന്നുമില്ല. എന്താണ് ഉള്ളിൽ, എന്താണ് കണ്ണിൽ നോക്കുമ്പോ കാണാ കടലാണ്, നേരാണ് ഉള്ളിൽ നേരാണ്, ഇന്നും പറയാതൊളിപ്പിച്ച നോവാണ്. എന്നാലും തന്നെ വല്ലാണ്ട് നോവുന്ന കാര്യങ്ങൾ ചൊല്ലിയിട്ടെന്താണ്, പറയാണ്ട് പിന്നെ നാളങ്ങ് നീങ്ങിക്കഴിഞ്ഞാ നമ്മളാരാണ്, ഇതെന്താണ്? അടിപൊളി. താങ്ക് യു. വേറൊരു കാര്യം പറയാൻ വിട്ടുപോയി. പിന്നെ സിനിമ ചെയ്തതിന് ശേഷമുള്ളൊരു മാറ്റം എന്ന് പറഞ്ഞപ്പോൾ IFFK ഈ സിനിമ കണ്ടിട്ട് നമ്മുടെ ഇർഷാദ് അലി അദ്ദേഹം വിളിച്ചിട്ട് ഒരു സിനിമ ചെയ്തു. അജു വർഗീസ്, നിലമ്പൂർ ആയിഷ, RJ വിജിത, അങ്ങനെ ഒരു സിനിമ ചെയ്തു. അത് വീണ്ടും IFFKയിലേക്കാണ് പോയിട്ടുള്ളത്. പേരെന്താ പടത്തിന്റെ? ആ പടത്തിന്റെ പേര് ഇപ്പോ തീരുമാനിച്ചത് മലയാളി മെമ്മോറിയൽ എന്നാണ്. അപ്പൊ അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. അതൊരു സന്തോഷം. കൂടുതൽ സിനിമകൾ വരട്ടെ. പലരും വിളിക്കുന്നുണ്ട് ഈ പറഞ്ഞ പോലെ. നോക്കാം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. മഞ്ഞണിക്കൊമ്പിൽ ഒരു കിങ്ങിണിത്തുമ്പിൽ താനിരുന്നലിഞ്ഞാടിടുന്നൊരു സുമംഗലിക്കുരുവി, ഇണയെവിടെ തുണയെവിടെ, ഇണയെവിടെ തുണയെവിടെ സിന്ദൂരക്കുരുവി മഞ്ഞണിക്കൊമ്പിൽ. മതി. കുമാർജിയുടെ ഒരു തിയേറ്റർ ബാക്ക്ഗ്രൗണ്ട് ഞങ്ങൾ ചോദിച്ചില്ല. അതുകൊണ്ട് അതിന്റെ ഒരു ഞാൻ ഇങ്ങനെ എടുത്തു പറഞ്ഞു, കൂളൂർ മാഷിനോട് വർക്ക് ചെയ്തിട്ടൊക്കെ ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞല്ലാതെ ഒരു 25 വർഷത്തോളമായി ഉണ്ടാവും. 25 സിനിമകൾ ചെയ്തു. 25 സിനിമകൾ ചെയ്തു. ഒരു ഓർമ്മ വെച്ച കാലം തൊട്ട് നാടകം ചെയ്യാൻ തുടങ്ങി. കുറച്ച് ഞങ്ങൾക്കൊന്നും പറഞ്ഞുതരുമോ? 5ാം ക്ലാസ് പഠിക്കുമ്പോഴേ എനിക്ക് അഭിനയിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഞാൻ ഒരു കൂട്ടലൊന്നുമില്ല. സ്കൂളിൽ നടന്ന സമയത്ത് ഈ റിഹേഴ്സൽ നടക്കുന്ന സമയത്ത് ഞാൻ നോക്കി നിൽക്കുക എന്നല്ലാണ്ട് ടീച്ചർമാരൊന്നും തന്നെ അനുവദിക്കില്ല. അങ്ങനെയാണ് 10ാം ക്ലാസ്സിൽ ആദ്യമായിട്ട് നാടകം കളിച്ചിട്ട് ഞങ്ങൾ തന്നെ ടീം മാത്രം ചെയ്ത്. പക്ഷെ അത് ഭയങ്കര ഏറ്റവും മോശം നാടകം നമ്മൾ ചെയ്തതിൽ. ഈ അവിടെയുള്ള ഓഡിയൻസ് കളിക്കാൻ സമ്മതിച്ചില്ല. ഞങ്ങൾ കൂക്കിയിട്ടേ. കാരണം അറിയില്ല, അഭിനയിക്കാമെന്ന് അറിയില്ല. ഒരാൾ ഡയലോഗ് പറയുമ്പോൾ മറ്റുള്ള നിന്ന് ഡയലോഗ് പറയാം. 7 ആൾക്കാർ വരിക്കുന്നിട്ട്. പിന്നെയാണ് മനസ്സിലായി അങ്ങനെയൊന്നും പറയരുത്, അത് അഭിനയിച്ചൊക്കെ പറയണം എന്നൊക്കെ മനസ്സിലായി. പിന്നെ ഏകദേശം ഡിഗ്രിയൊക്കെ ആകുമ്പോഴേക്ക് കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് ബെസ്റ്റ് ആക്ടർ അങ്ങനെയൊക്കെ ആകാൻ തുടങ്ങി കഴിഞ്ഞപ്പം ഭയങ്കര താല്പര്യം തോന്നി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഞാൻ കേരളത്തിലുള്ള അമേച്ചർ നാടകം മുഴുവനും കാണും. എവിടെ ഉണ്ടെച്ചാലും പോയി കാണും. നാടകത്തിലുള്ള ഇഷ്ടം കൊണ്ടേ
അങ്ങനെ കുളിർ മാഷ അടുത്ത് എത്തുന്നതും പിന്നെ കുളിർ മാഷോടെ കൂടിയതും കുളിർ മാഷോട് ഒരുപാട് കാലമായതും കുളിർ മാഷ നാടകങ്ങൾ കളിക്കലും പിന്നെ ഒറ്റയ്ക്കുള്ള ഈ കൂട്ടായ്മ നാടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. 10-15 ആൾക്കാരുള്ള നാടകം എന്ന് പറഞ്ഞാൽ ആക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതേപോലെ തന്നെ 15 ആൾക്കാർ സാങ്കേതികത്തിലുണ്ടാവും. അപ്പോൾ 10-9 ദിവസം നാടകത്തിന് റിഹേഴ്സൽ കഴിയുമ്പോഴേക്കും നമ്മൾ മെൻ്റലി ഭയങ്കര വറീസാവും. ഏറ്റവും വലിയ പ്രശ്നം സാമ്പത്തിക. നാടകം ചെയ്യും വേണം, എല്ലാവരും അതേ ഇതിൽ ഇങ്ങനെ താല്പര്യത്തോടുകൂടി നിൽക്കില്ല. അങ്ങനെ നാടകം കഴിയുമ്പോഴേക്കും ഒരുപാട് പൈസ കടങ്ങളൊക്കെ ആവും. ദിവസം എന്ന് പറഞ്ഞാൽ പൈസ നാടകത്തിൻ്റെ റിഹേഴ്സൽ തുടങ്ങുന്ന സമയത്ത് ഞാൻ തന്നെ വിളിച്ചു കൊടുക്കുക. റിഹേഴ്സലിൻ്റെ ബ്രേക്ക് ടൈമിൽ സുഹൃത്തുക്കളെ വിളിക്കണം, ഇന്നൊരു 5 രൂപേൻ്റെ ചിലവ് വരാൻ സാധ്യതയുണ്ട്, ആർട്ടിൻ്റെ ടീം അവിടെ ഉണ്ട്, ഭക്ഷണത്തിൻ്റെതുണ്ട്, അങ്ങനെ ചെയ്തിട്ടാണ് ഒരു നാടകം ചെയ്യുക. അത് കഴിയുമ്പോഴേക്കും ഒരുപാട് ഭയങ്കര ക്ഷീണമാവും, മാനസികമായുള്ള ക്ഷീണം ഉണ്ടാവും. അങ്ങനെയാണ് സോളോ ഡ്രാമകളൊക്കെ ചെയ്യാൻ തുടങ്ങി. സോളോ ഡ്രാമ എന്നുണ്ടെങ്കിൽ ചില ഒരു സ്വന്തം വണ്ടി മതി, ബൈക്ക്, ഒരു ഡ്രസ്സ് മതി, എവിടെ വേണിച്ചാലും പോയി നാടകം കളിച്ച് രാത്രി ആകുമ്പോഴേക്ക് തിരിച്ചെത്തും. അപ്പോൾ അതുകൊണ്ട് ഒറ്റയ്ക്കുള്ള നാടകങ്ങൾ ഭയങ്കര സുഖമാണ് എന്ന് വിചാരിച്ചിട്ട് വലിയൊരു കൂട്ടായ്മയായിട്ടുള്ള നാടകത്തിന് എതിരുമല്ല. സൗകര്യം സന്ദർഭം വരുമ്പോൾ നാടകങ്ങൾ കളിക്കും. വീടുകളിൽ പോയി കളിക്കുക എന്നുള്ളത് ഭയങ്കര ഒരു എക്സ്പെരിമെൻ്റൽ തിയേറ്റർ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഞാനിപ്പോൾ നിങ്ങളെ വീട്ടിൽ വന്നിട്ട് നിങ്ങളോട് സംസാരിക്കുകയാണ്, ഞാനൊരു നാടകക്കാരനാണ്, എനിക്കൊരു നാടകം കളിക്കണം എന്ന് പറയുമ്പോൾ നിങ്ങളിന്ന് ഏത് രീതിയിലാണ് കാണുക എന്നുള്ളത് നിങ്ങൾക്ക് മാത്രമേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഞാൻ വളരെ ക്ലിയറായിട്ട് നിൽക്കുന്നു. അപ്പോൾ നിങ്ങൾ വണ്ടി ചോദിക്കും, വണ്ടിയിൽ ആളുകളുണ്ടോ? ഇല്ല, ഞാൻ ഒറ്റയ്ക്കാണ്. അപ്പം മ്യൂസിക് ലൈറ്റ് ഒന്നും വേണ്ട, സ്റ്റേജ് വേണ്ട, ഒന്നും വേണ്ട. പിന്നെ എവിടെ കളിക്കുന്നു നിങ്ങൾ ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ ഉമ്മറത്തുനിന്ന് കളിക്കുന്നു പറയാനുള്ള ഒരു ധൈര്യം. അങ്ങനെ നിങ്ങൾ താല്പര്യം ഇല്ലാതെ തന്നെ എന്നെ കൊണ്ട് സമ്മതിപ്പിക്കും, കളിച്ചോളാൻ വേണ്ടി പറയും. അപ്പം നിങ്ങളോട് ഞാൻ പറയും, അടുത്ത വീട്ടിലത്തെ ആളുകളോട് കൂടി വിളിച്ചാൽ നിങ്ങൾ അടുത്ത വീട്ടിലത്തെ ആളുകളെയൊക്കെ വിളിച്ച് കൂട്ടില്ലെങ്കിൽ കൂടി 1.5 മണിക്കൂറാവും. അവസാനം നാടകം കളിക്കുമ്പോൾ എന്നോട് ചെറിയൊരു ഇഷ്ടമൊക്കെ തോന്നും. അപ്പോൾ ലേശം വെള്ളമൊക്കെ തരും, നാരങ്ങ വെള്ളം, ചിപ്സൊക്കെ തരും. അപ്പോൾ ആളുകൾ കൂടിയല്ലോ. അപ്പോൾ പറയും ഇനി വേറെ നാടകം ഉണ്ടെന്ന് നിൽക്കുമ്പോൾ ഒരു നാടകം കൂടെ കളിക്കുക, അല്ലെങ്കിൽ ഒരു രാത്രി 9 മണിക്കാണ് കാര്യം ആ വീടുകളും ആ ചുറ്റുവട്ടത്തുള്ള ആൾക്കാരായിട്ട് ഞാനൊരു ഭയങ്കര നല്ലൊരു ബന്ധത്തിലാവും. പിന്നീട് ഞാൻ അവിടുന്ന് വേറെ സ്ഥലത്തൊക്കെ പോകുന്ന സമയത്ത് നിങ്ങളെ ഗ്രാമത്തിലെവിടെയെങ്കിലും എന്തെങ്കിലും ക്ലബിൻ്റെ പരിപാടിയോ ഗെറ്റ് ടുഗദർ ഉണ്ടാവും, എന്നെ വിളിക്കും. അന്ന് ലാൻഡ് ഫോണാണുള്ളത്. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ വീണ്ടും അവിടേക്ക് വരികയാണ്. അപ്പോൾ നിങ്ങളെ ക്ലബിൻ്റെ പരിപാടിക്കും ഗെറ്റ് ടുഗദറിനൊക്കെ ഞാൻ വന്നിട്ട് വീണ്ടും ഒരു നാടകം കളിച്ചിട്ട് അപ്പോൾ കുറേ ആൾക്കാർ പിന്നെയും കണ്ട്. അങ്ങനെ ഈ സമയത്ത് എനിക്ക് ഞാൻ എന്താ പറയുക നാടകത്തോടുള്ള ഇഷ്ടവും ഞാൻ നാടകക്കാരനായി ഇങ്ങനെ മാറുകയും ചെയ്തു. ഇങ്ങനെ ധൈര്യമായിട്ട് എവിടെ പോയാലും എനിക്ക് നാടകം കളിക്കാൻ ഒരു ദിവസം 9 നാടകം കളിച്ചിട്ടുണ്ട്. എനിക്ക് ഭയങ്കര എനർജി ഉണ്ടാകുക നാടകം കളിക്കാനുള്ള. അങ്ങനെ കളിക്കുന്ന സമയത്താണ് തിരുവനന്തപുരം സൂര്യവശിലേക്കൊക്കെ വിളി വരുന്നത്. അവിടെ ഒരു 10 ദിവസം 10 നാടകം കളിക്കാനൊക്കെ. അപ്പോൾ 10 നാടകം ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. ആ 10 നാടകത്തിൽ ഞങ്ങൾ 15 നാടകങ്ങളൊക്കെ ഉണ്ടാക്കി അവിടെ പോയി കളിച്ച് പിന്നെ കേരളത്തിനകത്തും പുറത്തും കളിക്കാൻ തുടങ്ങി. യാദൃശ്ചികമായിട്ട് സിനിമയിലേക്കും കിട്ടി. 25 പടത്തിൽ അഭിനയിക്കുകയും ചെയ്തു. പക്ഷേ ഫെമിനിച്ചി ഭാഗത്തും ഏറ്റവും കൂടുതൽ പോപ്പുലാരിറ്റി തന്നൊരു സിനിമയാണ്. അതിന് ഫാസിലിനോടും സ്കറിയനോടും തമറിനോടും ഒക്കെ നന്ദിയുണ്ട്. അതിൻ്റെ അപ്പുറത്തേക്ക് എൻ്റെ കൂടെ കഴിച്ച ആക്ടേഴ്സ് ഒരു രക്ഷയില്ലാത്ത ആക്ടേഴ്സും ആണുള്ളത്. അവരെ കൂടെ അഭിനയിക്കാൻ പറ്റിയുള്ള സന്തോഷം ഒരുപാട്. നേരത്തെ ഞാൻ ചോദിച്ച ഒരു ചോദ്യത്തിന് ഉത്തരം ബാക്കിക്കണോ? നമ്മുടെ മലബാർ ജേർണലിന്റെ ഓഡിയൻസിനോട് എന്താ പറയാനുള്ളത്, വ്യൂവേഴ്സിനോട്? സങ്കടമുണ്ട്, സന്തോഷമുണ്ട്. എന്താ വെച്ചാൽ ആരെങ്കിലും ഞങ്ങൾക്ക് 15ഓളം സിനിമകൾ അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ പോലും അതിനൊക്കെ അപ്പുറത്തേക്ക് നമ്മളെ സിനിമയെക്കുറിച്ച് ഒരു നെഗറ്റീവോ ഒരു റിവ്യൂയോ അല്ലെങ്കിൽ ആരെങ്കിലും ഒന്നും പറയുന്നില്ല. ഏറ്റവും നല്ല സിനിമ എന്ന് മാത്രമേ പറയുന്നുള്ളൂ. എന്നിട്ടും എന്തുകൊണ്ട് തിയേറ്ററിൽ ഓടുന്നില്ല? അതിൻ്റെ ഉത്തരവാദിത്വം ഞങ്ങൾക്ക് തന്നെയാണോ നിങ്ങൾക്ക് തന്നെയാണോ എന്നറിയില്ല. അതുകൊണ്ട് നിങ്ങൾ ഈ ഇൻ്റർവ്യൂ കാണുകയാണെങ്കിൽ ഒരാളെങ്കിലും പോയിട്ടൊരു സിനിമ കണ്ടിട്ട് നിങ്ങളെ വീട്ടിലുള്ളവരെയും ചുറ്റുവട്ടത്തുള്ളവരെയും കാണിച്ചിട്ട് ഈ സിനിമ ഒരു വിജയമാക്കി മാറ്റുക. തരൂല്ലേ? അത്രയേ ഉള്ളൂ. ഞങ്ങൾക്കൊരു സിനിമാ നടനാണെന്നും സിനിമാ നടിയാണെന്നൊക്കെ വലിയൊരു ആഗ്രഹങ്ങളുണ്ട്. ഒരുപാട് നാടകങ്ങളും സിനിമകളൊക്കെ കളിച്ചിട്ടുണ്ടെങ്കിലും ചെയ്ത സിനിമയും ചെയ്ത നാടകങ്ങളും നല്ലതാകുന്ന സമയത്ത് അത് ജനങ്ങളിലേക്ക് എത്തുക എന്നുള്ളതാണ്. സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു. സിനിമ കൂടുതൽ തിയേറ്ററുകളിലും കൂടുതൽ ആഴ്ചകളും മുന്നോട്ട് പോട്ടെ. അതിനോടൊപ്പം തന്നെ നല്ലൊരു OTT പ്ലാറ്റ്ഫോമിൽ വരികയും അതിൻ്റെ കൂടെ അത് കുറച്ചും കൂടി യൂണിവേഴ്സൽ ആയിട്ടുള്ള ആളുകളിലേക്ക് എത്തുകയും കൂടുതൽ അപ്രിസിയേഷനും വരട്ടെ. ഇനിയും ഒരുപാട് അവാർഡുകളും വരട്ടെ. ഒരുപാട് ഫെസ്റ്റിവൽസും കാണട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.